നെവിനുമായുള്ള പ്രശ്നത്തിന് പിന്നാലെ ഷാനവാസ് പെട്ടെന്ന് ചെസ്റ്റ് പെയിൻ വന്നിട്ട് അവിടെ തറയിൽ വീഴുകയാണുണ്ടായത്. വിശദമായി പറയുകയാണെങ്കിൽ പല കാരണങ്ങളുണ്ടാവാം. ആൾക്ക് സമയത്തിന് ഫുഡ് കിട്ടിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ മെഡിസിൻസ് കൃത്യസമയത്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ബിഗ് ബോസ് മലയാളം സീസൺ 7 ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഏറ്റവും അധികം മെഡിസിൻസ് കഴിക്കുന്ന വ്യക്തി ഷാനവാസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് ആഹാരമൊക്കെ കിട്ടേണ്ടതുണ്ട്. ഇവരാണെങ്കിൽ ഇന്നലെ ഫുഡൊന്നും അങ്ങനെ കൃത്യസമയത്ത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതിനിടയിലാണ് ഇന്നലെ വഴക്ക് നടന്നത്. സ്വാഭാവികമായിട്ടും ഇതിനിടയിൽ ടാസ്കും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബോഡി വല്ലാണ്ട് അങ്ങ് വീക്കായി കാണും. അപ്പൊ പലരും ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എന്തിനാണ് ബിഗ് ബോസിലേക്ക് എടുക്കുന്നതെന്ന്. അതിനൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അസുഖങ്ങളുണ്ട് എന്ന് കരുതി ഇങ്ങനെയുള്ള പരിപാടികളിലൊന്നും പങ്കെടുത്തുകൂടാ എന്നുണ്ടോ? അവർക്കും അവരുടേതായിട്ടുള്ള അർഹതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിനകത്തേക്ക് വിളിച്ചതും മത്സരത്തിലൊക്കെ തന്നെയും അദ്ദേഹം പൂർവാധികം ആരോഗ്യവാനായി മത്സരിക്കുന്നതും. എങ്കിലും അദ്ദേഹത്തിന് ചില സമയത്തൊക്കെ തന്നെയും ഇങ്ങനെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്, പ്രത്യേകിച്ച് കൃത്യസമയത്ത് ആഹാരമൊന്നും കിട്ടാതെ വരുമ്പോൾ. പിന്നെ ഷാനവാസ് ഇങ്ങനെ വീഴുന്ന സമയത്ത് നെവിനും ആര്യനും അക്ബറും പറയുന്നത് ഡ്രാമയാണ് എന്നുള്ള രീതിയിലാണ്. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ മനസ്സ് മാറിയിട്ട് ഡ്രാമയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഷാനവാസിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ സമയത്ത് ആദിലയും നൂറയും അനുമോളൊക്കെ ഇവരെ കണ്ടം വായി ഓടിച്ചു വിടുന്നതും നമ്മൾ കണ്ടു. ആദ്യം ഡ്രാമയാണെന്ന് പറഞ്ഞ് പിന്നീട് നന്മമരം കളിക്കാൻ വന്ന ഒരു ഉദ്ദേശം തന്നെയായിരുന്നു ആര്യനും അക്ബറിനും നെവിനും. അവരുടെ കയ്യിൽ നിന്നും പോയി എന്ന് മനസ്സിലാക്കിയതോടെയാണ് ഷാനവാസിന്റെ അടുത്ത് നല്ല രീതിയിൽ തന്നെ പെരുമാറാനായിട്ട് മൂവണ്ണം എത്തിയത്. എന്നാൽ നമ്മുടെ അനുവും അതുപോലെ തന്നെ നൂറയും അതിലും അതിന് സമ്മതിക്കുന്നില്ല. പിന്നീട് മാനം കെട്ട് ഒരു മൂലയിൽ ഒതുങ്ങി കൂടുന്ന മൂന്നെണ്ണത്തിനെയുമാണ് നമ്മൾ കണ്ടത്. ഇതിനിടയിൽ നെവിൻ ഒരു ഡയലോഗും കൂടെ പറയുന്നുണ്ട്. ഒരു ദിവസത്തിൽ കൂടുതൽ ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞാൽ അയാൾ പുറത്താവും. ഞാനും ഫിസിക്കൽ അസോൾട്ട് ആണെങ്കിലും പുറത്തു പോകാൻ തയ്യാറാണ്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായ മാസ് ആണ് എന്നാണ് നമ്മുടെ നെവിൻ കരുതുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.